ഇന്നത്തെ സത്സംഗത്തിൽ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന, കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഭഗവാന്റെ അവതാര കഥയിലേക്കുള്ള ഒരു നമ്മൾ പറയില്ലേ എൻട്രി പാസ്, അതാണ് ഇന്നത്തെ സത്സംഗത്തിൽ. ദശകം 37 കൃഷ്ണാവതാര കാരണമാണ്. ഭഗവാൻ എന്തിനാണ് ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചത് ഭൂമിയിലെന്നാണ് ഈ ദശകത്തിലൂടെ നമ്മൾ അറിയുന്നത്. 37ാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഭഗവാൻ അവതരിച്ച കാരണം വർണ്ണിച്ചു തുടങ്ങുകയാണിവിടെ. ദശകം 37 കൃഷ്ണാവതാര കാരണം. ഇതിൻ്റെ ട്യൂണ് സാന്ദ്രയാണ്. ആദ്യത്തെ ദശകത്തിൻ്റെ തന്നെ ട്യൂണാണ്. ഇവിടെയും നമുക്ക് കാണാം, ഒന്നാമത്തെ ദശകം തുടങ്ങുന്നത് സാന്ദ്ര എന്നുള്ള വാക്കിലാണെങ്കിൽ 37ാമത്തെ ദശകം തുടങ്ങുന്നതും സാന്ദ്ര എന്നുള്ള പദത്തിലാണ്. ഇവിടെ ഭഗവാന്റെ പ്രധാനപ്പെട്ട പല ലീലകളും അല്ലെങ്കിൽ പല വിഷയങ്ങളും പറയുന്നിടത്തൊക്കെയും ഈ സാന്ദ്ര എന്ന വാക്കിന് ഒരുപാട് പ്രാധാന്യം കൊടുത്താണ് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇത് രചിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇനി നമുക്ക് ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. സാന്ദ്രാനന്ദതനോഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്താ അഭികർമ്മശേഷവശതോ യേ തേന യാതാ ഗതിം തേഷാം ഭൂതലജന്മനാം ദിതിഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമിഃ പ്രാപവിരിഞ്ചമാശ്രിതപദം ദേവൈഃ പുരൈവാഗതൈ. സാന്ദ്രാനന്ദതനോ, സാന്ദ്രമായ ആനന്ദസ്വരൂപത്തോടു കൂടിയവനെ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ രൂപം തന്നെ സാന്ദ്രമായിട്ടുള്ള ആനന്ദമാണ്. പരമാനന്ദ സ്വരൂപനാണ് ഭഗവാനെ അവിടുന്ന്. അങ്ങനെയുള്ള ഹരേ, അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ അവിടുന്ന്, നനു പുര, പുര എന്ന് പറഞ്ഞാൽ പണ്ട്, നനു എന്നുദ്ദേശിക്കുന്ന ഇവിടെ അല്ലയോ എന്നുള്ള അർത്ഥത്തിലാണ്. ദൈവാസുരേ സങ്കരേ, ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടന്ന സങ്കരേ യുദ്ധത്തിൽ ത്വത്കൃത്ത അപി കർമ്മശേഷവശതോ, ത്വത്കൃത്ത അങ്ങയാൽ, അപി എന്ന് പറഞ്ഞാൽ അങ്ങനെയായിട്ട് പോലും, എന്ത്, കർമ്മശേഷവശതോ അങ്ങയാൽ നിഗ്രഹിക്കപ്പെട്ടവരായിട്ട് പോലും, കർമ്മശേഷവശത എന്ന് പറഞ്ഞാൽ പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ഒക്കെ അവശേഷിച്ചിരുന്നത് കൊണ്ട്, കർമ്മം ബാക്കി പിന്നെയും അവശേഷിച്ചത് കൊണ്ട്, യേ തേ ന യാതാഗതിം, യേ തേ അവർ യാതൊരു ആളുകളാണോ അങ്ങനെ മരിക്കാൻ ഇടവന്നത്, ആ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ കർമ്മങ്ങൾ അവശേഷിക്കാതെ പിന്നെയും ബാക്കി വന്നവർ, അവർ ഏതേ ന യാതാ ഗതിം, അവരാരും ഗതിം എന്നാൽ ആ പരമമായ ഗതിയെ, മോക്ഷത്തെ, ന യാതാ പ്രാപിച്ചില്ല. തേഷാം ഭൂതലജന്മനാം, തേഷാം അവരാകട്ടെ, അവരൊക്കെ ഭൂതലജന്മനാം ഈ ഭൂമിയിൽ വന്നു പിറന്ന ആ ദിതിഭുവാം, ദിതിയിൽ ഉത്ഭവിച്ചവരായിട്ടുള്ള ആ അസുരന്മാര്, ഭാരേണ ദൂരാർദിത, ഭാരേണ അവരുടെ ഭാരം നിമിത്തം, ദൂരാർദിത അത്യധികം സങ്കടപ്പെട്ട് നിന്ന, പീഡിപ്പിക്കപ്പെട്ട് നിന്നിരുന്ന ദേവി, ഈ അസുരന്മാരുടെ ഭാരം താങ്ങുവാനാകാതെ എന്ന് പറഞ്ഞാൽ
നമ്മൾ പറയുന്ന ആ ഭൗതികമായ ഭാരമല്ല, അവരുടെ ദുഷ്കർമ്മങ്ങളുടെ ആ ഭാരം താങ്ങുവാനാകാതെ ഭൂമിദേവി പ്രാപ വിരിഞ്ചമാശ്രിത പദം പ്രാപിച്ചു, ശരണം പ്രാപിച്ചു. എന്താ? വിരിഞ്ചം ആശ്രിത പദം, ബ്രഹ്മാവിനെ ആശ്രിത പദം, ബ്രഹ്മാവിൻ്റെ പദങ്ങളെ ശരണം പ്രാപിച്ചു. ദേവൈ പുരൈവാഗതൈ, ദേവൈ അവര് ദേവന്മാര്, പുര ഏവ ആഗതൈ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് പുരൈവാഗതൈ. പുര എന്ന് പറഞ്ഞാൽ അതിനു മുൻപേ തന്നെ, പുര ഏവ അതിനു മുൻപേ തന്നെ, ആഗതൈ ദേവന്മാരവിടെ വന്ന് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചിരുന്നു. അപ്പോൾ ആദ്യം ഇതിനു മുൻപ് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ തങ്ങളുടെ കർമ്മം അല്ലെങ്കിൽ കർമ്മഫലം അതൊക്കെ പൂർത്തിയാകാതിരുന്നത് കൊണ്ട്, അതിൻ്റെ അവശേഷിപ്പുകൾ ഇനിയും ഉള്ളത് കൊണ്ട്, പുണ്യങ്ങളും പാപങ്ങളുമൊക്കെ ഇനിയും ഉള്ളത് കൊണ്ട് തന്നെ ആ കർമ്മങ്ങളുടെയൊക്കെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ആ അസുരന്മാർ, ദിതിദേവിക്കുണ്ടായ അസുരന്മാർ ഭൂമിദേവിയിൽ വന്നു പിറന്നു. ഈ ഭൂമിയിൽ പിറന്നതിന് ശേഷം അവർ ചെയ്തുകൊണ്ടിരുന്ന ദുഷ്കർമ്മങ്ങളുടെ ഭാരം താങ്ങുവാനാകാതെ ഭൂമിദേവി നേരെ ബ്രഹ്മാവിൻ്റെ അടുത്ത് വന്നു. ബ്രഹ്മാവിൻ്റെ പാദങ്ങളെ ശരണം പ്രാപിച്ച ഭൂമിദേവി അവിടെ എത്തിയപ്പോൾ കാണുന്നത്, തന്നേക്കാൾ മുൻപേ ദേവന്മാർ ഇതേ ആവശ്യവുമായിട്ട് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചിരിക്കുന്നതാണ് കണ്ടത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സാന്ദ്രാനന്ദതനോഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്താ അഭികർമ്മശേഷവശതോ യേ തേന യാതാഗതിം തേഷാം ഭൂതലജന്മനാം ദിതിഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമി പ്രാപവിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതൈ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭൂമി ദേവൈ പുരൈവാഗതൈ, 3 വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ വിരിഞ്ചം ആശ്രിത പദമാണ്, മായുടെ അകാരം ശ്രദ്ധിക്കുക. പുരൈവാഗതൈ, പുര ഏവ ആഗതൈ, പുരൈവാഗതൈ അകാരം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 2ാമത്തെ ശ്ലോകമാണ്. ഹാ ഹാ ദുർജന ഭൂരിഭാരമധിതാം പാഥോ നിധൗ പാതുകാം ഏതാം പാലയ ഹന്തമേ വിവശതാം സംപൃച്ഛ ദേവാനിമാൻ ഇത്യാദി പ്രചുരപ്രലാപവിവശാമാലോക്യ ധാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദധ്യൗ ഭവന്തം ഹരേ. ഹാ ഹാ ദുർജന ഭൂരിഭാരമധിതാം. ഹാ ഹാ, അയ്യോ എന്ത് കഷ്ടമാണ് എന്ന് പറയാണ്. ദുർജന ഭൂരിഭാരമധിതാം, ഈ ദുർജനങ്ങളുടെ, അസുരന്മാരുടെ പുനർജന്മങ്ങൾ അവരുടെ പൂർവജന്മവാസനകളെ ഉൾക്കൊള്ളുന്നതായതുകൊണ്ട് തന്നെ അവരുടെ കർമ്മങ്ങളൊക്കെയും മോശം കർമ്മങ്ങളാണ്. അങ്ങനെയുള്ള ഈ ദുർജനങ്ങൾ അവരുടെ അവരുടെ ഭാരം കാരണം, മഥിതാം എന്ന് പറഞ്ഞാൽ വളരെയേറെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുക, ഞെരുക്കം അനുഭവിക്കുന്നവളായ, മഥിക്കപ്പെടുന്നവളായിട്ടുള്ള പാഥോനിധൗ,
പാഥോനിധൗ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലേക്ക് ചെന്ന് പതിക്കാൻ തയ്യാറായി നിൽക്കുന്ന, അതായത് അത്രമാത്രം അതിൻ്റെ ആ ഒരു പതനത്തിൻ്റെ വക്കിൽ നിൽക്കുന്നതായിട്ടുള്ള പാതുകാം എന്ന് പറഞ്ഞാൽ കാത്തുകൊള്ളണമേ, രക്ഷിക്കണമേ. ഏതാം പാലയഹന്തമേ വിവശതാം. ഇവിടെ ഭൂമിദേവിയാണിത് പറയുന്നത്, ബ്രഹ്മാവിനോട് പറയുകയാണ്. ഏതാം പാലയ, അല്ലയോ ബ്രഹ്മദേവ, എൻ്റെ ഈ കഷ്ടം, ഈ ദയനീയാവസ്ഥ ഹന്ത മേ വിവശതാം, ഇതിനെക്കുറിച്ച് അങ്ങയോട് ഞാൻ എന്തു പറയാനാണ്? ഇനി ഇതിനെക്കുറിച്ച് അങ്ങേക്ക് കൂടുതൽ അറിയണമെങ്കിൽ സംപൃച്ഛ ദേവാനിമാൻ, സംപൃച്ഛ അങ്ങ് അന്വേഷിച്ചാലും ചോദിച്ചാലും, ഇമാൻ ദേവാൻ, ദേവാനിമാൻ എന്ന് പറഞ്ഞാൽ ദേവാൻ ഇമാൻ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദേവാനിമാൻ. ഇമാൻ എന്ന് പറഞ്ഞാൽ ഈ ദേവാൻ, ദേവന്മാരോട് ചോദിച്ചാൽ മതിയാകും. അപ്പോൾ ബ്രഹ്മദേവനോട് വന്ന സങ്കടം ഉണർത്തിച്ചപ്പോൾ പറയുകയാണ്, അല്ലയോ ബ്രഹ്മദേവ, എന്ത് കഷ്ടമാണ് എൻ്റെ കാര്യം. ഈ ദുഷ്ടന്മാരുടെ ഭാരം കാരണം ഞാനാകട്ടെ ജലത്തിലേക്ക് അങ്ങനെ മുങ്ങിത്താഴുവാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിലാണ്. അവിടുന്ന് എന്നെ രക്ഷിച്ചാലും. എൻ്റെ ദയനീയാവസ്ഥയെക്കുറിച്ച് ഞാൻ എന്തു പറയാനാ? അങ്ങേക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ ദേവന്മാരോട് ചോദിച്ചോളൂ. അവർക്കറിയാം ഞാൻ എത്രമാത്രം കഷ്ടമാണ് അനുഭവിക്കുന്നതെന്ന്. ഇത്യാദി പ്രചുര പ്രലാപവിവശാം, ഇത്യാദി എന്നിങ്ങനെ പ്രചുര പ്രലാപവിവശാം, പലതുമൊക്കെ പറഞ്ഞ് വിവശയായി തീർന്ന, അത്യധികം വ്യഥയോടുകൂടിയിരിക്കുന്ന ആ ഭൂമിദേവിയെ ആലോക്യധാതാം മഹിം ഇത്യാദി പ്രചുര പ്രലാപവിവശാമാലോക്യ, ആലോക്യ എന്നാൽ കണ്ടിട്ട്, ധാതാ മഹിം ആ ബ്രഹ്മാവ് അങ്ങനെയുള്ള ഭൂമിദേവിയെ കണ്ടിട്ട്, ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ, ദേവാനാം ദേവന്മാരെ, വദനാനി ദേവന്മാരുടെ മുഖങ്ങളിലേക്ക്, വീക്ഷ്യ നോക്കി, പരിതോ പരിതഃ എന്ന് പറഞ്ഞാൽ തൻ്റെ ചുറ്റിനും നിൽക്കുന്നതായിട്ടുള്ള, ബ്രഹ്മദേവൻ്റെ ചുറ്റിനും നിൽക്കുന്ന ആ ദേവന്മാരുടെ മുഖങ്ങളിലേക്ക് ബ്രഹ്മാവൊന്ന് നോക്കി. എന്നിട്ട് ദധ്യൗ ഭവന്തം ഹരേ, ദധ്യൗ എന്ന് പറഞ്ഞാൽ ധ്യാനം ചെയ്യുക, ധ്യാനിക്കുക. ഭവന്തം ഹരേ, അല്ലയോ ഭഗവാനെ, അല്ലയോ ശ്രീഹരി ഭഗവാനെ, അങ്ങയെ ധ്യാനിച്ചുവല്ലോ ബ്രഹ്മാവ്. അപ്പോൾ ഭൂമിദേവിയുടെ സങ്കടം അത് ഭൂമിദേവി പറയുന്നു, എനിക്കത് വർണ്ണിക്കുവാനാവുന്നില്ല, അത്രയും ഞാൻ സങ്കടത്താൽ അങ്ങനെ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് കൂടുതൽ അങ്ങേക്ക് അറിയണമെങ്കിൽ ഈ ദേവന്മാരോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ പലതും തൻ്റെ സങ്കടങ്ങളെ ഇങ്ങനെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്ന ഭൂമിദേവി ഒടുവിൽ വിവശയായപ്പോൾ, വല്ലാതെ വേദനിക്കുന്നത് കണ്ടപ്പോൾ, ബ്രഹ്മദേവൻ തൻ്റെ ചുറ്റിനുമുള്ള ദേവന്മാരുടെ മുഖങ്ങളിലേക്കൊന്ന് നോക്കി. ആ മുഖങ്ങളിൽ നിന്നും, ദേവന്മാരുടെ ഓരോ ഭാവപ്രകടനങ്ങളിൽ നിന്നും ബ്രഹ്മാവ് മനസ്സിലാക്കി ഭൂമിദേവിയുടെ സങ്കടം എത്രമാത്രം വലുതാണെന്ന്. അതുകൊണ്ട് ബ്രഹ്മദേവൻ ഉടനെ തന്നെ തൻ്റെ നിയന്ത്രണത്തിന് അതീതമാണ് ഭൂമിദേവിയുടെ സങ്കടം. താൻ വിചാരിച്ചാൽ ഭൂമിദേവിയെ ഈ സങ്കടക്കടലിൽ നിന്നും
ഉയർത്തുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് കഴിവുള്ള ഭഗവാനെ അവിടുത്തെ തന്നെ ബ്രഹ്മാവ് ധ്യാനിച്ചുവല്ലോ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഹാ ഹാ ദുർജന ഭൂരിഭാരമധിതാം പാഥോ നിധൗ പാതുകാമേതാം പാലയ ഹന്തമേ വിവശതാം സംപൃച്ഛ ദേവാനിമാൻ ഇത്യാദി പ്രചുരപ്രലാപവിവശാമാലോക്യ ധാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദധ്യൗ ഭവന്തം ഹരേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പാതുകാമേതാം, അവിടെ പാതുകാം ഏതാം 2 വാക്കുകളാണ്. അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക, പദം പിരിക്കണ്ട. ചേർത്ത് വായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പാതുകാം എന്നവിടെ ആദ്യത്തെ പാദത്തിൻ്റെ ഒടുവിലെടുക്കുക, എന്നിട്ട് രണ്ടാമത്തെ പാദം ഏതാം എന്ന് പറഞ്ഞ് തുടങ്ങുക. അതുപോലെ ദേവാനിമാനാണ്, ദേവാൻ ഇമാനാണ്, നായുടെ ഇകാരം ശ്രദ്ധിക്കുക. അടുത്തത് ഇത്യാദി പ്രചുര പ്രലാപവിവശാമാലോക്യ, അത് അത്രയും കഴിയുന്നതും ചേർത്ത് വായിക്കേണ്ടതാണ്. ഇത്യാദി പ്രചുര പ്രലാപവിവശാം ആലോക്യ, 3 വാക്കുകളുണ്ട് അവിടെ. അത് ചേർത്ത് വായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇത്യാദി പ്രചുര പ്രലാപവിവശാം എന്ന് അവിടെ എടുത്തുകൊണ്ട് താഴത്തെ വരിയിൽ ആലോക്യ എന്നെടുക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 3ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.